ഒരു മലയാളി ഗൾഫിൽ നിന്നും ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ ചിലർ ആദ്യം നോക്കുന്നത് മുഖത്തേക്കായിരിക്കില്ല, ബാഗിന്റെ വലിപ്പം എത്ര എന്നുള്ളതാണ്. ഇന്നും പലരും വിശ്വസിച്ചിരിക്കുന്നത് ഗൾഫ് എന്ന് പറഞ്ഞാൽ റിച്ച് ലൈഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? ചിലർക്ക് അത് സത്യമായിരിക്കും, വേറെ ചിലർക്ക് അത് വെറും ആക്ടിംഗ് ആണ്. നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല, ഒരു റിയാലിറ്റി തുറന്നു പറയാനാണ്. ഗൾഫിലേക്ക് ജോലിക്ക് പോയേക്കുന്ന എല്ലാവരും റിച്ച് അല്ല, പക്ഷേ നാട്ടിൽ ഇന്നും പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഈ ഇമേജ് എങ്ങനെ ഉണ്ടായി, അത് ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മെയിൻ കാരണങ്ങളാണ് മലയാളിയുടെ മനസ്സിൽ ഈ ഇമേജ് ബിൽഡ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് പഴയ ഗൾഫ് ഇമേജ് ആണ്. ഒരു കാലം ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകുന്നത് ലൈഫ് തന്നെ മാറുന്ന ഡിസിഷൻ ആയിട്ടുള്ളത്. 90കളിലും 2000ത്തിലും കേരളത്തിൽ നല്ല ജോലി കുറവാണ്, സാലറി വളരെ തുച്ഛമാണ്. ആ കാലഘട്ടത്തിൽ ഗൾഫ് ഇൻകം ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. അന്ന് ഒരു വിസ കിട്ടുക എന്നുള്ളത് ആ ഒരു കുടുംബത്തിന്റെ തന്നെ തലവര മാറ്റുന്നതായിരുന്നു. ഗൾഫിലേക്ക് ആദ്യം പോകുന്നവർ ചെയ്യുന്നത് ആദ്യം ഒരു വീട് വെക്കും, പെങ്ങന്മാരുണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചയക്കും, കടങ്ങളുണ്ട് അത് വീട്ടും, പിന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അതൊക്കെ കൊണ്ടാണ് മലയാളിയുടെ മനസ്സിൽ ഈ ഇമേജ് ഉറച്ചു പോയത്. ആളുകൾ കരുതും ഗൾഫ് ഈസിക്കൽ ടു മണി മെഷീൻ. ഒരു ജനറേഷന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ വിശ്വാസം റൂട്ടഡ് ആയിരിക്കുന്നത്. അത് തെറ്റല്ല, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം, സോഷ്യൽ മീഡിയ ഇല്യൂഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ ദുബായിൽ ഒരാൾ റെന്റ് കൊടുക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുവാണ്. അദ്ദേഹം ഇപ്പൊ വീക്കെൻഡിൽ അല്ലെങ്കിൽ സൺഡേയിൽ പോയിട്ട് ഒരു മാളിൽ പോയിട്ട് റീൽ അങ്ങ് എടുത്തിടുന്നു. ഒരു EMI വെച്ചിട്ട് ഒരു കാർ വാങ്ങുന്നു, അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. മൾട്ടി മില്യണർ തോറ്റു പോകുന്ന വിധത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ സക്സസ് ആണ്, അല്ലെ? അവരുടെ ഹാർഡ്ഷിപ്പ് ഒരിക്കലും അവർ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ പീപ്പിൾ പോർട്രേ ദെയർ ഹൈലൈറ്റ്, നോട്ട് ദെയർ ഹാർഡ്ഷിപ്പ്. മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്, ഇതാണ് അവന്റെ ഡെയിലി ലൈഫ് എന്നാണ്. സപ്പോസ് ഇന്ന് ഞാൻ 10 മണിക്കൂർ 45 ഡിഗ്രി ചൂടിൽ ആണ് ജോലി ചെയ്തിട്ട് റൂമിൽ വന്നത്. എനിക്ക് നല്ല തലകറക്കമുണ്ട്, പക്ഷെ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുവോ? ഇല്ല. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം ആള് തന്നെ ഒരു ഈറ്റ് ഔട്ടിന് മാസത്തിൽ ഒരു ടൈം വെളിയിൽ പോകുന്നത്, അത് പോർട്രേ ചെയ്യും. അപ്പൊ ആളുകൾ എന്ത് ചിന്തിക്കും, അവന്റെ ഡെയിലി ലൈഫ്, അവന്റെ ജീവിതം അങ്ങനെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. സോ ഹൈലൈറ്റഡ് ലൈഫ് ഈസ് നോട്ട് ഈക്വൽ ടു റിയൽ ലൈഫ്. ഇനി ഒരു റീസൺ കൂടിയുണ്ട്, അതിനെ ഞാൻ വെക്കേഷൻ എഫക്ട് എന്ന് വിളിക്കും. ഗൾഫിലെ ജോലി ചെയ്യുന്ന ആള് നാട്ടിൽ വരുന്നത് വെക്കേഷൻ മോഡിലാണ്. 1 വർഷമോ 2 വർഷമോ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് അവൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വരുമ്പോൾ അവൻ എന്താണ്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുവരും, എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, അവൻ നല്ല ഡ്രസ്സ് ഇടും, ഒന്നിനും നോ പറയില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, അവന്റെ ഡെയിലി ലൈഫ് അങ്ങനെയാണെന്നാണ്. പക്ഷെ അത് 30 ഡേയ്സ് വേർഷൻ ആണ്, 365 ഡേയ്സ് അങ്ങനെ അല്ല. ഒരാള് വെക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അവനെ ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ലോജിക്ക് ഗൾഫ് വർക്കേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ആരും കാണാത്ത ഒരു സൈഡ് ഞാൻ പറയാം. എല്ലാവരും കണ്ണടച്ച് ഒന്ന് ഇമാജിൻ ചെയ്യുക. രാത്രി 11 മണി, ഒരു ചെറിയ റൂമാണ്, 6 പേര് കിടന്നുറങ്ങുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്, എയർ കണ്ടീഷൻ ഇല്ല, വെളിയില് 42 ഡിഗ്രി ചൂടാണ്. മോർണിംഗിന്റെ ഷിഫ്റ്റ് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വൈഫിന്റെ മെസ്സേജ് ഫോണിൽ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അത് പറയുന്നത് കുട്ടി സ്കൂളിൽ 1ാമതായി എന്നാണ്. കണ്ണ് നിറഞ്ഞ് കുട്ടിയെ നേരിട്ട് കണ്ട് ഉറങ്ങുന്നതിന് പകരം ഫോണിൽ ഉമ്മ വെച്ച് ഉറങ്ങും. ഇനി സാലറി അക്കൗണ്ടിൽ വന്നാലോ? സാലറി അക്കൗണ്ടിൽ വന്നാൽ ആദ്യം റെന്റ് പോവും, പിന്നെ ഫുഡിനുള്ള എക്സ്പെൻസ് പോവും, പിന്നെ വൈഫിന്റെ എക്സ്പെൻസ് പോവും, പിന്നെ നാട്ടിലേക്ക് മരുന്നിനുള്ള എക്സ്പെൻസ് പോവും, കുട്ടികളുടെ പഠിത്തത്തിന് പോവും, പിന്നെ അവസാനം എന്ത് കാണും കയ്യില് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ചിലപ്പോൾ കണ്ടാലായി. ഈ പറഞ്ഞതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ കാണുകയുമില്ല, നമ്മളൊട്ട് റിലേറ്റീവ്സിനോട് പറയത്തുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് സ്ട്രോങ് ഫേസ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത്? സ്ട്രഗിൾ ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞൂടെ, റിലേറ്റീവ്സിനോട് കുറച്ചുകൂടെ ഹോണസ്റ്റ് ആയിക്കൂടെ എന്നൊക്കെ? അതിനുള്ള ഉത്തരം ഞാൻ എന്റെ ഫ്രണ്ടിൽ നിന്നും കേട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ട്. അദ്ദേഹം ഇവിടെ സ്ട്രഗിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അമ്മ വിളിക്കുമ്പോൾ പറയും എവരിത്തിങ് ഫൈൻ എന്ന്. പിന്നെ റിലേറ്റീവ്സിന്റെ കാര്യം, റിലേറ്റീവ്സ് ജഡ്ജ്മെന്റൽ ആണ്. ഗൾഫിൽ പോയിട്ട് ഇത്ര ഉള്ളോ എന്നുള്ള ഒരു ലുക്ക് അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഓൾറെഡി വൈഫ് കൂടെയില്ല, കുട്ടികൾ കൂടെയില്ല, അങ്ങനെയുള്ള ഒരു ഗിൽറ്റിലാണ് അദ്ദേഹം. അതിന്റെ കൂടെ വീണ്ടും ഒരു എക്സ്ട്രാ ബർഡൻ ആണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ആളുകളുടെ മുന്നിൽ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കും, ഉള്ളിലെ പെയിന് മറച്ചു വെക്കും. ചിരിയുടെ പുറകിലുള്ള ഈ സ്റ്റോറിയാണ് ആരും റീഡ് ചെയ്യാത്തത്. ഇവിടെ നമുക്ക് ഒരു മൊമെന്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്നത് ഗൾഫിൽ ഫാമിലി മെമ്പർ ഉള്ള ആളാണോ? ഈ വീഡിയോയിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൾഫിലുള്ള ആളോ എപ്പോഴെങ്കിലും ഞാൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന്
എന്ന് തോന്നിയാൽ, ഇത് ഞാനാണ് അല്ലെങ്കിൽ ഇത് എന്റെ ആളാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കമന്റും വായിക്കുന്നതായിരിക്കും. ഇനി ട്രൂത്ത് സ്ട്രേറ്റ് ആയിട്ട് പറയാം, ഗൾഫിലുള്ള എല്ലാ വർക്കേഴ്സും സെയിം അല്ല. ഒരേ പാസ്പോർട്ട് ആയിരിക്കും, ഒരേ കൺട്രി ആയിരിക്കും, പക്ഷേ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ചിലർ സീനിയർ മാനേജ്മെന്റ് റോളിലായിരിക്കും, ടാക്സ് ഫ്രീ സാലറി ആയിരിക്കും, നല്ല അലവൻസുകൾ കാണും. സോ അവർ ജെന്യൂൻലി റിച്ച് തന്നെ ആയിരിക്കും. ചിലർ ലേബേഴ്സ് ആയിരിക്കും, വിസായ്ക്ക് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, കടങ്ങളുണ്ട്, അവർ സർവൈവൽ മോഡിലായിരിക്കും. ചിലർ ഒരു മിഡിൽ ലെവലാണ്, അവർ ഓക്കെ കംഫർട്ടബിൾ പൊസിഷനിലാണ്, പക്ഷെ ആളുകൾ കരുതുന്ന പോലുള്ള ഒരു പൊസിഷനിലല്ല. സെയിം ഗൾഫാണ്, എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്, സ്കിൽസ് ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ജീവിതമാണ്. ഒരേ പാസ്പോർട്ട് ആണ് എന്ന് കരുതി ലൈഫ് സെയിം ആണെന്ന് ഒരിക്കലും അസ്യൂം ചെയ്യരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറും ഒരു കൺസ്ട്രക്ഷൻ വർക്കറും സെയിം കൺട്രിയിലായിരിക്കും, പക്ഷെ അവരുടെ ഇൻകം സെയിം ആണോ? അല്ല. അവരുടെ ലൈഫ് സെയിം ആണോ? അല്ല. സോ ഇത് തന്നെയാണ്, ഈ ലോജിക്ക് തന്നെയാണ് ഗൾഫ് വർക്കേഴ്സിനും ഉള്ളത്. ഇനി ഗൾഫിലുള്ള ആളുടെ ഫാമിലി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവനെ വെറും ഒരു ATM മെഷീനായി മാത്രം കാണരുത്. അവനെ അല്ലെ അവളെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആദ്യത്തെ സെന്റൻസ് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തോ എന്നുള്ളതാകരുത്. നിങ്ങൾ ചോദിക്കേണ്ടത് അവനോട് സുഖമാണോ, നീ ഫുഡ് കഴിച്ചോ, നീ ടയേർഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കൂ. കാരണം എന്താണ്, ഗൾഫിലുള്ള ആളും ടയേർഡ് ആവും, ഗൾഫിലുള്ള ആൾക്ക് ലോൺലിനെസ് ഉണ്ടാകും, അവൻ കരയും, അവന് ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസും കാണും, പല ഡൗട്ട്സുകൾ കാണും, ചിലപ്പോൾ ഈ ജീവിതം വർത്തിട്ടാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് അവനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. സംടൈംസ് ഹി നീഡ്സ് യുവർ സപ്പോർട്ട് മോർ ദാൻ യു നീഡ് ഹിസ് മണി. വൺ ലാസ്റ്റ് തോട്ട്, ഗൾഫ് വർക്കർ റിച്ച് ആണോ പുവർ ആണോ എന്നുള്ളതല്ല റിയൽ ക്വസ്റ്റ്യൻ. ആ മണി ഏൺ ചെയ്യാൻ അവൻ എന്ത് സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ. ചില പണം ബാങ്ക് അക്കൗണ്ടിൽ വരും, ചില പ്രൈസ് ഹേർട്ടിൽ നിന്ന് പോകും. ഒരു ഗൾഫ് വർക്കർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ റിലേറ്റീവ്സ് ലിസ്റ്റിലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യൂ, ഹൗ ആർ യു എന്നുള്ള ഒരു ടെസ്റ്റ്. അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങൾ ഗൾഫിലാണോ? ഫാമിലി മെമ്പർ ഗൾഫിലുണ്ടോ? തീർച്ചയായും കമന്റ് ചെയ്യുക, ഞാൻ കമന്റിന് റിപ്ലൈ തരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഗൾഫിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടതിന് നന്ദി. ടേക്ക് കെയർ.